ഇനി കപ്പലിലെ ഒരു രാത്രിയായല്ലോ. ക്യാപ്റ്റനോട് സലാം പറഞ്ഞ് കയറിയിടത്താണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ നിർത്തിയത്. ഇനിയുള്ള കുറച്ച് മണിക്കൂർ നമ്മൾ ഇതിന്റെ അകത്താണ്. സ്വാഭാവികമായും എക്സൈറ്റ്മെന്റ് കാരണം ഏറ്റവും മേലത്തെ ഡെക്കിലാണ് സ്ഥാനം പിടിച്ചത്. ഇവിടെ നിന്നാല് ഓസിന് വെയിൽ വാച്ചിങ്ങും കാണാം, സൂര്യാസ്തമനവും കാണാം. നമ്മുടെ ദുരുദ്ദേശം മനസ്സിലാക്കിയോണ്ടാണോന്നറിയില്ല, സാധാരണയായി കോമൺ ആയി കണ്ടുവരുന്ന വെയില് ഇത്തവണ നമുക്കൊരു കാണാൻ പോലുള്ള അവസരം തന്നിട്ടില്ല. അവസാന പ്രതീക്ഷ സൂര്യനിലായിരുന്നു. അതാണെങ്കിൽ ദേ ഇങ്ങനെയായി. ഇടയ്ക്ക് എപ്പോഴോ നമുക്ക് കുറച്ച് പ്രതീക്ഷ തരാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ ദേ വലത്തേക്ക് ഇരിഞ്ഞാൽ കുറച്ച് വെയിൽസിനെ കാണാന്ന് പറഞ്ഞതും ആൾക്കാർ മുഴുവൻ ഇറങ്ങി ഓടിയതേ ഓർമ്മയുള്ളൂ. ഒരു കാര്യമില്ല, വെയില് പോയിട്ട് ഒരു മത്തിക്കുഞ്ഞു പോലും അതിലേ പോയ ലക്ഷണം ഞാൻ കണ്ടില്ല. ഒരു പ്രാവശ്യം പറ്റിക്കപ്പെട്ടതുകൊണ്ടും പുറത്ത് നല്ല തണുപ്പായതുകൊണ്ടും ക്യാപ്റ്റൻ പിന്നീട് അങ്ങോട്ട് എത്ര വെയിൽസ് നിങ്ങളെ കാണാൻ വന്നു എന്ന് പറഞ്ഞാലും ഒരു മനുഷ്യൻ പോലും പുറത്തിറങ്ങിയതായി കണ്ടില്ല. അല്ല പിന്നെ വെറുതെ പറഞ്ഞു പറ്റിക്കുന്നതിനും ഒരു പരിധിയില്ലേ. നമ്മൾ പോകുന്ന യാത്രയിൽ മുഴുവൻ നല്ല അടിപൊളി വ്യൂ കണ്ടിട്ടാണ് കേട്ടോ പോകുന്നത്. രണ്ട് സൈഡിലായിട്ടും ഇഷ്ടം പോലെ മൗണ്ടൻസും അതിൻ്റെ മേലെ കുഞ്ഞു കുഞ്ഞു വീടുകളും അതിൽ നിന്ന് വരുന്ന ലൈറ്റ് ഈ വെള്ളത്തിൽ തട്ടി റിഫ്ലക്ഷൻ ഒക്കെ കാണാൻ വേണ്ടി ഭയങ്കര ഭംഗിയാണ്. ഈ ഐലൻഡിലുള്ള ആൾക്കാർക്ക് നമ്മൾ ഒരു ടൗണിൽ നിന്ന് മറ്റേ ടൗണിലേക്ക് ബസ് പിടിച്ച് പോകുന്ന പോലാണ് കേട്ടോ ഈ ഒരു ഫെറി പിടിക്കുന്നത്. അവർക്കിതൊക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ള കാര്യമാണെങ്കിലും നമുക്കിതൊക്കെ കുറച്ചും കൂടെ പുതുമയുള്ള കാര്യങ്ങളാണല്ലോ. എന്തായാലും മുങ്ങിച്ചാവാതെ കരക്കെത്തി. ബാക്കി വിശേഷം നാളെ.